നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് മറികടന്ന് സ്കൂളുകളിൽ സുംബ ഡാൻസുമായി മുന്നോട്ട് പോകാൻ സർക്കാർ. കാസർഗോഡ് തൻഹീബുൽ ഇസ്ലാം സ്കൂളിലെ സൂംബ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് വിദ്യാഭ്യാസ മന്ത്രി. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നിച്ചാടിപ്പാടാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ് സമസ്ത, പിന്തുണച്ച് ലീഗ്. പഹൽഗാം ഭീകരാക്രമണ കേസിലെ ഭീകരർക്ക് സംരക്ഷണമൊരുക്കിയ അനന്തനഗർ സ്വദേശികളുടെ കസ്റ്റഡി കാലാവധി നീട്ടി. ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ എ തൈബ എന്ന പ്രതികൾ. ആക്രമികളെ കണ്ടെത്താൻ NIA തെരച്ചിൽ തുടരുന്നു. സിന്ധു നദീജല കരാറിൽ നിലപാടിൽ മാറ്റമില്ലെന്ന് ഇന്ത്യ. ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ലെന്ന രാജ്യാന്തര ആർബിട്രേഷൻ കോടതിയുടെ ഉത്തരവ് തള്ളി. പാകിസ്ഥാൻ ഭീകര രാഷ്ട്രമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. VSന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മരുന്നുകളോട് പ്രതികരിക്കുന്നുവെന്ന് ഡോക്ടർമാർ. 11 മണിയോടെ പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ. മഴയിൽ കുതിർന്ന സംസ്ഥാനം. ഇന്നും അതിശക്തമായ മഴ. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. ജലനിരപ്പ് 136 അടിയായാൽ മുല്ലപ്പെരിയാർ സ്പിൽവേ തുറക്കുമെന്ന് തമിഴ്നാട്. നിലവിൽ 135.65 അടി. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടി 3220 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. പകൽ മാത്രമേ സ്പിൽവേ തുറക്കാവൂ എന്ന് തമിഴ്നാടിനോട് അഭ്യർത്ഥിച്ച് ഇടുക്കി കളക്ടർ. മലപ്പുറം കാളികാവിൽ മയക്കുവെടിയേറ്റ് കാട്ടിൽ ഓടിമറിഞ്ഞ കടുവയ്ക്കായി തെരച്ചിൽ തുടരുന്നു. കടുവയ്ക്ക് വെടിയേറ്റത് കഴിഞ്ഞ ദിവസം. വനപാലക സംഘം സർവ്വസജ്ജമായി കാളികാവിൽ. വിശദമായി കടക്കുകയാണ് ഓരോ വാർത്തകളിലേക്കും. പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയും സ്കൂളുകളിൽ സുംബ നൃത്തവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. വിവിധ മുസ്ലിം സംഘടനകൾ എതിർപ്പുമായി രംഗത്തുണ്ട്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് ആടിപ്പാടാൻ അനുവദിക്കില്ലെന്നാണ് സംഘടനകളുടെ നിലപാട്. അതേസമയം പദ്ധതി നടപ്പാക്കുന്നതിനെ അനുകൂലിച്ച് DYFIയും SFIയും രംഗത്തെത്തി. വിവാദത്തിനിടെ കാസർഗോഡ് തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ സൂംബ ഡാൻസ് മന്ത്രി V ശിവൻകുട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. കുഞ്ഞുങ്ങൾ കളിച്ച് ചിരിച്ച് രസിച്ച് ആരോഗ്യമുള്ളവരായി പഠിച്ചു വളരട്ടെ എന്ന അടിക്കുറിപ്പോടെയാണ് ദൃശ്യങ്ങൾ മന്ത്രി പങ്കുവച്ചത്. ഈ സൂംബ നൃത്തവുമായി തന്നെ അത്തരത്തിലുള്ള കായിക പരിശീലനം സ്കൂളുകളിൽ തുടരട്ടെ എന്ന നിലപാടിൽ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വിമർശനം വലിയ രീതിയിൽ ശക്തമാകുന്നുണ്ട് എന്ന് നമുക്കറിയാം. സമസ്ത അടക്കം വിമർശനവുമായി രംഗത്തെത്തുമ്പോഴും നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഇനി ഉദ്ദേശിക്കുന്നില്ല എന്നത് തന്നെയാണോ സർക്കാരിന്റെയും CPMന്റെയും നിലപാട്? അങ്ങനെയെങ്കിൽ ഇത് കൂടുതൽ ചർച്ചാ വിഷയമാകില്ലേ? ഇതിനൊരു രാഷ്ട്രീയ മാനം കൂടി വരുമ്പോൾ ഇനിയുള്ള മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്ന് അടക്കം വരുന്ന നിലപാടുകൾ അത് ഏത് തരത്തിലൊക്കെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്? മറ്റു വിവരങ്ങൾ. അത് എന്തായാലും സർക്കാരിൻ്റെ തീരുമാനം സംബന്ധിച്ച് നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്നത് ഈ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം ഈ സംബന്ധിച്ചുള്ള ഒരു നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. നമുക്കറിയാം, നേരത്തെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് ആദ്യം ഇതിന് എതിർപ്പ് അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥ അടക്കമുള്ള സംഘടനകൾ കൂടി ഇതിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ
സംഘടനകളുടെയുമായി കൂടിയാലോചനകൾ നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നടക്കമുള്ള ഒരു പരാമർശമാണ് ഈ വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇത് അംഗീകരിക്കാൻ ഒരു തരത്തിലും സാധിക്കില്ല. അതായത് ഒരു തീരുമാനം സർക്കാർ നടപ്പിലാക്കുന്നു, അത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നടപടി അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അത് അടിച്ചേൽപ്പിക്കുന്ന നടപടിയാണ് എന്നുള്ളൊരു പ്രതികരണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിമർശനമാണ് ഈ സംഘടനകൾ പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ആടിപ്പാടുന്ന രീതി സൂംബ എന്നുള്ളതാണ് ഇതിലൂടെ സർക്കാർ വ്യക്തമാക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. വലിയ കുട്ടികൾ പോലും ഇങ്ങനെ ചെയ്യണമെന്നുള്ള നിർദ്ദേശമുണ്ട് എങ്കിൽ അത് പ്രതിഷേധാർഹമാണ് എന്നുള്ളതാണ് സമസ്തയുടെ ഒരു നിലപാട്. ഒപ്പം തന്നെ MSFും ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഈ അടിച്ചേൽപ്പിക്കുന്ന നടപടി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ തീരുമാനത്തിന് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് MSF നിലപാട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ച ഒരു പ്രതികരണവും മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പകൽ ദിനം അത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ സർക്കാർ ഈ പ്രതിഷേധങ്ങളെ ഒന്നും തന്നെ കണ്ടില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം മാനസിക തരത്തിലുമൊക്കെ വലിയ രീതിയിലൊരു ആളുകൾക്കും ഒപ്പം തന്നെ കുട്ടികൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ സർക്കാർ അത്തരം രീതിയിലേക്ക് പോകാനുള്ള തീരുമാനം തന്നെയാണ്. അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ ഈ സാഹചര്യമായി സർക്കാർ പിന്നോട്ടില്ല. പ്രതിഷേധം ഒരു വശത്ത് നിലനിൽക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു വശത്ത് ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതായത് കാലത്തിനനുസരിച്ച് ചിന്തിക്കാൻ ഇവരൊക്കെ തയ്യാറാകണം എന്നുള്ളൊരു പ്രതികരണമാണ് സർക്കാർ തലത്തിൽ നിന്നുള്ളത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അത് തന്നെയാണ്. അത്തരം രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആര്യ, MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും സൂംബ നൃത്തവുമായി ബന്ധപ്പെട്ട് അത് സാമൂഹിക വിഷയം എന്നുള്ള ചർച്ചയ്ക്കപ്പുറം അതിപ്പോൾ രാഷ്ട്രീയമായി ഉള്ള ചർച്ചകളിലേക്ക് കൂടി ഈ വിഷയത്തിൽ കാര്യങ്ങൾ കടന്നിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. എന്തായാലും എതിർപ്പുകൾ തുടർന്നാലും ഈ തീരുമാനവുമായി മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. മിഥുൻ, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ലീഗ് ഇതിൽ പരസ്യമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇനി ലീഗിന്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി നോക്കുമ്പോൾ അത് നിർണായകമല്ലേ? മിഥുൻ കേൾക്കുന്നുണ്ടോ? എന്തായാലും സൂംബയാണ് ചർച്ചാ വിഷയം. സൂംബ സ്കൂളുകളിൽ നടപ്പാക്കുന്നതിനെതിരെ വലിയ വിമർശനം മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും സമസ്തയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ്. പക്ഷെ ആ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അത് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അതോടൊപ്പം തന്നെ ആരോഗ്യത്തിനും ഗുണപ്രദമായ ഒരു വ്യായാമ രീതി എന്ന തലത്തിൽ മാത്രം കണ്ടാൽ മതി. അതിനപ്പുറമുള്ള വിഷയങ്ങളിലേക്കോ വിവാദങ്ങളിലേക്കോ ഈ വിഷയത്തെ കൊണ്ടെത്തിക്കേണ്ട എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. അപ്പോൾ ശക്തമായി ഈ നിലപാടിൽ ഉറച്ച് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ ഒരു വാർത്താ ദിനവും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ കൂടുതലായി പ്രതികരിക്കാനുള്ള സാധ്യത ഏറെയുമാണ്. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് മന്ത്രി തന്നെ, വിദ്യാഭ്യാസ മന്ത്രി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള ഒരു സൂംബ ഡാൻസ് ആണ്. ഇത് കാസർഗോഡ് സ്കൂളിലെ കുട്ടികൾ കളിക്കുന്ന സൂംബ നൃത്തമാണ്. അവര് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന
MSF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് ഇത് സംബന്ധിച്ചുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു കൂടിയാലോചന നടത്തി തീരുമാനമെടുക്കേണ്ടതായിരുന്നു. ഇത്തരത്തിൽ മതസംഘടനാ നേതാക്കളുമായൊക്കെ ഒരു തരത്തിലും ചർച്ച നടത്താൻ ഒരു കാര്യങ്ങളിൽ പോലും സർക്കാർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഷേധം അവർ രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള നടപടിയാണ് എങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് ഈ MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടന കൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും മുസ്ലിം ലീഗിന്റെ പ്രതികരണം ഇത് സംബന്ധിച്ച് എന്താണ് എന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും സമസ്തയിൽ അടക്കമുള്ള സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സംസ്ഥയിൽ ഒരു വിഭാഗം സംസ്ഥാന സർക്കാരിന് അനുകൂലമായി നിൽക്കുന്ന വിഭാഗമാണ്. ഒപ്പം തന്നെ ഈ ഒരു എതിർപ്പ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ഈ ഒരു കൂടിയാലോചനകൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. പക്ഷേ നിലവിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്ന അനുസരിച്ച് ഒരു തരത്തിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. ഒപ്പം തന്നെ എന്തിനാണ് ഇത്ര കൂടിയാലോചന വേണ്ടത്? മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ഈ സ്കൂളുകളിലെ കായിക വിനോദങ്ങളും സാമൂഹ്യ സൗഹൃദവും സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ, എറോബിക്സ്, യോഗ തുടങ്ങിയ കായിക വിനോദങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യും. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന കായിക മത്സരങ്ങളിൽ, ഉദാഹരണത്തിന് ഒളിമ്പിക്സിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഫുട്ബോൾ, വോളിബോൾ, സ്വിമ്മിംഗ് തുടങ്ങിയ കായിക ഇനങ്ങൾക്ക് വ്യക്തമായ ഡ്രസ് കോഡ് നിലവിൽ ഉണ്ട്. ഈ ഡ്രസ് കോഡ് പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കായിക താരങ്ങളും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. സ്കൂളിൽ നടത്തുന്നത് ലഘു വ്യായാമമാണ്. സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത്. RTE പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല. കോണ്ടാക്ട് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അധ്യാപകൻ ബാധ്യത ഉണ്ട്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണ രീതിക്കെതിരെ പ്രതിഷേധങ്ങളും അടിച്ചമർത്തലുകളും ഉണ്ടായപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സാംസ്കാരിക നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്. കേരളം പോലുള്ള ഒരുമയോടെ ജീവിക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിൽ നിലപാടുകൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മാത്രമേ ഉത്തേജനം നൽകൂ. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ആരോഗ്യവും പോസിറ്റീവ് ചിന്തയും വളർത്താൻ സഹായിക്കും. ഇത് അവരുടെ പഠനത്തെയും വ്യക്തിത്വ വികാസത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. കേരളത്തിലെ 14,000-ഓളം വരുന്ന വിദ്യാലയങ്ങളിൽ 90% വിദ്യാലയങ്ങളിലും ഈ സൂംബ അടക്കമുള്ള കായിക ഇനങ്ങളുടെ റിഹേഴ്സലും പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇത്തരം ആരോഗ്യകരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യവിഷയമായി നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠന ബോധന സാമഗ്രികൾ ഉൾപ്പെടെ തയ്യാറാക്കി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. കായിക വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യ പരിപാലനം എന്ന ബൃഹത്തായ കാഴ്ചപ്പാടാണ് കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരിച്ചതിലൂടെ ലക്ഷ്യമിടുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള
ടൈം ടേബിൾ പ്രകാരം ആരോഗ്യ കായിക വിദ്യാഭ്യാസ വിനിമയം ഫലപ്രദമായി നടന്നു വരുന്നുണ്ട്. സ്ഥിരമായ കുട്ടികൾ കായിക പ്രവർത്തനങ്ങളിലും വ്യായാമത്തിലും ഏർപ്പെടുന്നതിലൂടെ ശരീരപേശികൾക്ക് ശക്തി കൂടുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുകയും ശരീരഭാരം നിയന്ത്രിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗബാധിതരുള്ള കേരളത്തിൽ കായിക വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം സർക്കാർ നൽകി വരുന്നുണ്ട്. രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാനും മാനസികമായ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാനും ഉത്കണ്ഠ ഒഴിവാക്കുവാനും സന്തോഷം വർദ്ധിപ്പിക്കുവാനും സ്ഥിരമായ കായിക പങ്കാളിത്തത്തിലൂടെ പ്രധാനമായും ലക്ഷ്യപ്പെടുന്നത് കുട്ടികളിൽ അച്ചടക്കം, സ്ഥിരോത്സാഹം, ലക്ഷ്യബോധം എന്നിവ വളർത്തുവാനും ജയപരാജയങ്ങളെ ഫലപ്രദമായി അതിജീവിക്കുവാനും തീരുമാനമെടുക്കുവാനുള്ള കഴിവും പ്രശ്ന പരിഹാര ശേഷിയും ഉൾപ്പെടുത്തിയിട്ടുള്ളവ വികസിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു. കൂട്ടായ കായിക പ്രവർത്തനങ്ങളിലൂടെ സഹപാഠികളെ ബഹുമാനിക്കുവാനും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ളവരെ ഒരുമിപ്പിക്കുകയും ചെയ്യുന്നു. സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനും വളരെ ഫലപ്രദമായി സഹായിക്കുന്ന ഒരു ഉപാധി കൂടിയാണ് സ്പോർട്സ്. കളികളിലെ പങ്കാളിത്തം, നിയമങ്ങളിലെയും മര്യാദകളെയും കുറിച്ച് പഠിപ്പിക്കുകയും സത്യസന്ധത, നീതിബോധം, ഫെയർ പ്ലേ, നിയമങ്ങളെ ബഹുമാനിക്കാനുള്ള കഴിവ് തുടങ്ങിയ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു. കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൽ കാലികമായ ലോകത്തിൻ്റെ ആവശ്യകതകൾ ഉൾപ്പെടുന്ന ഉള്ളടക്ക മേഖലകളായാണ് പൊതുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടിസ്ഥാന ചലന നൈപുണികൾ, ശരീര പരിപാലന ശേഷികൾ, താളാത്മക ചലനങ്ങൾ, ശാരീരിക ഏകോപന ശേഷികൾ, ആരോഗ്യം, പോഷകാഹാരം, കായികക്ഷമത, വിവിധ വ്യായാമ മുറകൾ, ശാസ്ത്രീയമായ സ്പോർട്സ് ട്രെയിനിങ് രീതികൾ, പ്രഥമ ശുശ്രൂഷ, യോഗ, സമ്മർദ്ദ ലഘൂകരണ വ്യായാമങ്ങൾ, ശരീരസ്ഥിതി വൈകല്യങ്ങൾ പരിഹരിക്കുവാനുള്ള വ്യായാമ മുറകൾ തുടങ്ങിയവയാണ് പ്രധാനമായും പരിഗണിച്ച് പോരുന്ന ഉള്ളടക്ക മേഖലകൾ. ആരോഗ്യ കായിക സംബന്ധമായ ഘടകങ്ങളെല്ലാം കുട്ടികൾക്കും ലഭ്യമാക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഹൃദയ ശ്വസനക്ഷമത, പേശിശക്തി, പേശിക്ഷമത, ശരീരാനുപാതം തുടങ്ങിയവയാണ് ആരോഗ്യ സംബന്ധമായ കായികക്ഷമത ഘടകങ്ങൾ. ഇവ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കരസ്ഥമാക്കിയിരിക്കുക എന്നതാണ് പൊതുവിനുള്ള ലക്ഷ്യം. ആരോഗ്യ കായിക സംബന്ധമായ കായികക്ഷമതാ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഹൃദയ ശ്വസന ക്ഷമത വർദ്ധിപ്പിക്കുവാൻ അഭ്യസിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തം, ജോഗിംഗ്, റണ്ണിംഗ്, നീന്തൽ, സൈക്ലിംഗ്, ഡാൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് സാധാരണയായി പരിഗണിച്ചു പോരുന്നത്. ഈ ഡാൻസ് ഇനത്തിൽ ഉൾപ്പെട്ടവയാണ് എയറോബിക് ഡാൻസ്, സൂംബ ഡാൻസ്, ഫ്രീ സ്റ്റൈൽ ഡാൻസ് തുടങ്ങിയവ. ഹൃദയ ശ്വസന ക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തനമെന്ന നിലയിൽ ഇത്തരം നൃത്തരീതികൾ വ്യക്തികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തിന് ഫലപ്രദമായ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്നു. സംഗീതത്തിൻ്റെ സഹായത്തോടുകൂടി ദീർഘനേരം നിൽക്കുന്ന പ്രവർത്തനമായതിനാൽ ഹൃദയമിടിപ്പ് ഉയരുകയും പമ്പിങ് നടക്കുകയും ചെയ്യുന്നു. സ്ഥിരമായ പ്രവർത്തനം ഹൃദയപേശികളെ ശക്തിപ്പെടുത്തുകയും മൊത്തത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. സ്ഥിരമായ പ്രവർത്തനം ഹൃദയപേശികളെ ശക്തിപ്പെടുത്തുകയും മൊത്തത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നൃത്തത്തിലെ താളാത്മകവും തുടർച്ചയായതുമായ ചലനങ്ങൾ ശരീരത്തിലുടനീളം രക്തപ്രവാഹത്തെ ഉത്തേജിപ്പിക്കുകയും കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇത് ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കുവാനും രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കുന്നു. അതിനാൽ ഹൃദയ ശ്വസന ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള ഡാൻസുകൾ ഉൾപ്പെടെയുള്ള ദീർഘനേരം നീണ്ടു നിൽക്കുന്ന കായിക പ്രവർത്തനങ്ങളിൽ സ്ഥിരമായി ഏർപ്പെടുന്നത് ഏറെ നല്ലതാണ്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ട നിലപാടുമായി മുന്നോട്ട് പോകുന്നതാണ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഫിറ്റ്നസ് സ്റ്റേഷൻ നിയമനം നടത്തുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ജില്ലകളിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ മുഖാന്തരം ലഭ്യമാകുന്ന ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭിന്നശേഷിക്കാരെ
അഭിമുഖത്തിനായി സ്കൂൾ മാനേജർമാർ വിളിക്കുന്നത്. ഈ അഭിമുഖത്തിൽ സ്കൂളിൽ തിരഞ്ഞെടുക്കുന്ന ആളുകളെയാണ് അധ്യാപകരായി നിയമിക്കുന്നത്. സമർപ്പിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ വ്യക്തമായ പരിശോധനയ്ക്ക് ശേഷമാണ് എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ഉദ്യോഗാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുന്നത്. ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ എന്ന് മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളും ഈ രീതി തന്നെയാണ് തുടരുന്നത്. നാളിതുവരെയായി ഒരു പരാതിയിലോ കോടതിയിലോ ഈ വ്യവസ്ഥ ചലഞ്ച് ചെയ്തിട്ടില്ല. നമുക്ക് ടോട്ടൽ എത്ര അപ്പോയിൻമെൻ്റാണ് ഓർമ്മ? അല്ല, മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്നിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലാണ്. ഞാൻ നമ്പർ കൃത്യമായിട്ട് 43,000 അപ്പോയിൻമെൻ്റ് നടന്നിട്ടുണ്ട്. അതിൽ 18,000 PSC ആണ് നടന്നിട്ടുള്ളത്. ഭിന്നശേഷിക്കാരുടെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് ആരോഗ്യവകുപ്പിൻ്റെ വിവിധ ഡോക്ടർമാർ അടങ്ങുന്ന പാനലാണ്. വ്യക്തമായ പരിശോധനയ്ക്കും ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന വ്യവസ്ഥകൾക്കും അനുസൃതമായാണ് ഈ പാനൽ പട്ടിക തയ്യാറാക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ തെളിവ് സഹിതം പരാതി നൽകുകയാണെങ്കിൽ കർശന നടപടികൾ കൈക്കൊള്ളാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാണ്. ഇത് സംബന്ധിച്ച് ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പ്രാഥമികമായി അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ വാർത്തയുടെ ഹെഡിങ് ഇതാണ്: നിയമന അംഗീകാരം ഉറപ്പിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പിൽ ഇടനിലക്കാർ എന്ന വാർത്തയാണ് വന്നിട്ടുള്ളത്. മലയാള മനോരമയിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും അന്വേഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മലയാള മനോരമയ്ക്ക് നേരെ ഇത് തെറ്റായ വാർത്തയായതുകൊണ്ട് തന്നെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ അഴിമതി എന്ന കോടതി പരാമർശം. ഒരു സ്കൂൾ ക്ലോഷർ കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ കേസ് പരിഗണിച്ചത്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ചില നിരീക്ഷണങ്ങൾ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൽ പാടെ അഴിമതി എന്ന വാദം വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. ഏതെങ്കിലും പ്രത്യേക സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തെളിവോ പരാതിയോ നൽകിയാൽ വിശദമായ അന്വേഷണം നടത്തുവാനും കർശന നടപടി കൈക്കൊള്ളുവാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാണ്. IAS ഉദ്യോഗസ്ഥർ സൂംബ ഡാൻസ് പരിശീലിപ്പിക്കുന്നത് സ്കൂളുകളിൽ തുടരും എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് ആവർത്തിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അല്പവസ്ത്രമാണ് പ്രശ്നമായി സംഘടനകൾ ഇതിനെ എതിർക്കുന്നവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു പ്രത്യേക ഡ്രസ് കോഡൊന്നും സൂംബയ്ക്കില്ല എന്നതാണ്. കുട്ടികൾ യൂണിഫോമിലാണ് സ്കൂളിലേക്ക് എത്തുന്നത്. ആ യൂണിഫോമിൽ തന്നെയാണ് കുട്ടികൾ സൂംബ കളിക്കുന്നതും. അതിന് മറ്റൊരു തരത്തിലുള്ള വിവാദങ്ങളിലേക്കോ മാനങ്ങളോ കാണേണ്ട എന്നുകൂടി പറയുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മറ്റു കാര്യങ്ങളിലും അദ്ദേഹം വിശദീകരണം നൽകുന്നുണ്ടായിരുന്നു. കോഴിക്കോട് നിന്നാണ് അദ്ദേഹം തത്സമയം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. Pittapillil Agencies presents News 18 Anti-Drugs Awareness Campaign. Say no to drugs എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ സാധിക്കും. It is not drugs that will give us a high. Choose life. സമൂഹത്തിന്റെ അധപ്പതനം ലഹരി എസ്കേപ്പിസമാണ്. പുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിക്കാൻ വേണ്ടിയാണോ ക്യാമ്പസുകളിലേക്ക് വരുന്നതെന്ന് എനിക്കറിയാം. സ്റ്റാഫിന്റെ പേഴ്സണൽ ലൈഫ് നല്ലതായിരിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഒരു ദൃശ്യം സിനിമ ഉണ്ടായിരുന്നു. എത്രമാത്രം ക്രൈമുകൾ അതിന് ശേഷം കേരളത്തിൽ നടന്നു. സിനിമ എപ്പോഴും സിനിമയാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആരെയും നമ്മൾ സിനിമയിൽ അഭിനയിപ്പിക്കില്ല. ഒരു നിമിഷത്തെ ഇൻസ്പിറേഷന് വേണ്ടിയിട്ടുമാണ് ലഹരി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ആർട്ടിസ്റ്റ് ഞാൻ പോയി കണ്ടിട്ടുള്ളത്. തിരിച്ചു പിടിക്കാൻ പറ്റാതെ പോലെ നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഷൈൻ എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പുറകെ നടന്ന് അപ്പം പോയടോ. ഞാൻ മലയാളം കുട്ടിയല്ല, പറയാതിരിക്കാൻ വയ്യ. വൻ വൈബാണ്. പക്ഷെ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എനർജി. Pittapillil Agencies presents Anti-Drugs Awareness Campaign 2025. പിട്ടാപ്പിള്ളിൽ buy and fly നേടൂ യൂറോപ്പിലേക്ക് സ്വപ്നയാത്ര. Powered by Reliance Industries Limited and DMAC. തീയും പുകയൊന്നും പ്രശ്നമില്ല. അത് DMACന്റെ WPC ബോർഡാ. DMAC ഗുഡിനേക്കാൾ ഗുഡാണ്. Banking partner South Indian Bank. Experience next gen banking. Special partner Amrita Vishwavidyapeetham. Come
become. In association with Poppy Umbrella, Aquila Finance Limited. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ് നമ്മളോടൊപ്പം കേരളത്തിൽ. Hawaii Steel Doors. Hawaii Steel Doors and Windows. The global standard doors and windows. IBIS Group of Institutions. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. വാർത്തകളിലേക്ക്. ക്യാപ്റ്റൻ പരാമർശത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ അമർഷം പുകയുന്നു. ക്യാപ്റ്റനാണോ എന്ന ചോദ്യത്തിന് കെ മുരളീധരനും സണ്ണി ജോസഫും സോൾജിയർ ആണെന്ന് മറുപടി നൽകിയപ്പോൾ ജനാധിപത്യത്തിന് അംഗീകരിക്കാനാവാത്ത വാക്കാണ് ക്യാപ്റ്റൻ എന്നായിരുന്നു മാത്യു കുഴൽനാടൻ MLAയുടെ പ്രതികരണം. കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ നിലമ്പൂർ വിജയത്തെ സംബന്ധിച്ച അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നേതൃത്വത്തിനിടയിൽ ഇപ്പോഴും തുടരുകയാണ്. ഡാൻ കുര്യൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ക്രെഡിറ്റ് ആർക്ക്, ആര് ക്യാപ്റ്റൻ എന്നതിനെ ചൊല്ലിയൊക്കെയുള്ള തർക്കങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് സാഹചര്യം? ആര്യ, കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം അതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്ന ചോദ്യം ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നേതാക്കളുടെ വാക്കുകളിൽ തന്നെ പ്രകടമാകുന്ന തരത്തിലായിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴടക്കം സണ്ണി ജോസഫും കെ മുരളീധരനും മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പ്രതികരിച്ചത്. പക്ഷേ ടീം UDFന്റെ വിജയമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന്റെ അക്കൌണ്ടിലേക്ക് എത്താനുള്ള നീക്കം നടത്തുകയാണ് എന്നായിരുന്നു മാറുചേരിയുടെ അവകാശവാദം. അതാണ് തർക്കങ്ങൾക്ക് വഴിവെച്ചത്. അങ്ങനെയാണ് ഹൈക്കമാൻഡ് നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്നലെ ചേരുന്നതിന് മുൻപ് തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി KPCC ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം കൃത്യമായി ഇവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും ഈ തർക്കം തുടരുന്ന ഒരു സാഹചര്യമാണ് നേതൃത്വത്തിനിടയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുക്കുന്ന പാർട്ടിയുടെ മുന്നൊരുക്കങ്ങളെ ഈ അനാവശ്യ തർക്കങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പ് ഹൈക്കമാൻഡ് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്, ഒരേ മനസ്സോടെ മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് എന്ന സന്ദേശം തന്നെയാണ് ഹൈക്കമാൻഡ് പ്രതിനിധികളായി ഇന്നലെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുത്ത KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ KPCC ഭാരവാഹികൾക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് വരുന്ന 2-ാം തീയതി വീണ്ടും DCC KPCC ഭാരവാഹികളുടെ യോഗം KPCC ആസ്ഥാനത്ത് വീണ്ടും ചേരുന്നത്. അതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് പൂർണ്ണമായി കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടി. അനാവശ്യ തർക്കങ്ങളുടെ പേരിൽ ജയസാധ്യതയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഒരു നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങളിലൂടെ ഉണ്ടാകാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് കൈമാറിയിരിക്കുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചതിൽ പരിഭവിക്കേണ്ട, താൻ ക്യാപ്റ്റനെങ്കിൽ രമേശ് ചെന്നിത്തല മേജറാണെന്ന VD സതീശന്റെ മറുപടിയിൽ തുടങ്ങിയതാണ് കോൺഗ്രസിലെ ഈ റാങ്ക് തർക്കം. കരസേനയിൽ നിന്നെടുത്ത ഈ ക്യാപ്റ്റൻ മേജർ റാങ്കുകളുടെ അധികാര ശ്രേണി എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്യാപ്റ്റനും രമേശ് ചെന്നിത്തല മേജറുമാണെങ്കിൽ KC വേണുഗോപാലിനും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കുമൊക്കെ അതിലും മേലെ റാങ്ക് കൊടുക്കണ്ടേ? എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല, അത് മേജറാണ്. മേജർ, ക്യാപ്റ്റൻ എന്നോ കേൾക്കാൻ ഒരു ഗുമ്മൊക്കെ ഉണ്ടെങ്കിലും കരസേനയുടെ കമ്മീഷൻഡ് ഓഫീസേഴ്സ് റാങ്ക് ശ്രേണിയിൽ മുകളിൽ നിന്നും താഴേക്ക് 8-ാമതും 9-ാമതും വരുന്ന റാങ്കുകൾ മാത്രമാണിത്. ക്യാപ്റ്റനും മേജറിനും മേലെ 7 റാങ്കുകൾ കൂടിയുണ്ട് കരസേനയിൽ. പ്രാചീന കാലത്തായിരുന്നെങ്കിൽ രഥി, മഹാരഥി, അതിമഹാരഥി തുടങ്ങി വിശേഷണങ്ങൾ നൽകേണ്ടി വരുമായിരുന്നു. മഹാരഥി VD സതീശൻ, അതിമഹാരഥി രമേശ് ചെന്നിത്തല എന്നൊക്കെ. കരസേനയിൽ കമ്മീഷൻഡ് ഓഫീസേഴ്സ് വിഭാഗത്തിൽ 10 റാങ്കുകളാണുള്ളത്. ലഫ്റ്റനന്റ് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ, അതിനും മേലെ മേജർ, അതുകഴിഞ്ഞാൽ ലഫ്റ്റനന്റ് കേണൽ, അതിനും മേലെ കേണൽ. റാങ്കിൽ 5-ാമത് വരുന്നത് ബ്രിഗേഡിയർ, അതുകഴിഞ്ഞാൽ മേജർ ജനറൽ, അതുക്കും മേലെ ലഫ്റ്റനന്റ് ജനറൽ, ഏറ്റവും മേലെ ജനറൽ. കരസേനാ മേധാവിക്കും സംയുക്ത സേനാ മേധാവിക്കുമൊക്കെയുള്ള റാങ്ക് ഇതാണ്. ഈ റാങ്കുകൾക്കെല്ലാം മേലെ ഒരു റാങ്ക് കൂടിയുണ്ട്, ഫീൽഡ് മാർഷൽ. ഇന്ത്യൻ സൈന്യത്തിന് ഐതിഹാസിക നേതൃത്വം നൽകിയ KM കരിയപ്പയ്ക്കും സാം മനേഷയ്ക്കും മാത്രമാണ് ഇതുവരെ ഫീൽഡ് മാർഷൽ പദവി നൽകിയിട്ടുള്ളത്.
എന്തായാലും കോൺഗ്രസിലെ റാങ്ക് പോരിൽ KC മുതൽ ഖർഗെ വരെയുള്ള നേതാക്കൾക്ക് പേടിക്കേണ്ടതില്ല. മേജർക്ക് മുകളിൽ നൽകാൻ 7 പദവികൾ കൂടിയുണ്ട്. പക്ഷേ കേരളത്തിൽ പ്രതിപക്ഷ നേതാവിന് താഴെ നിൽക്കുന്ന നേതാക്കൾക്കാണ് പ്രയാസം. ഓഫീസേഴ്സ് റാങ്കിൽ താഴെ ആകെയുള്ളത് ലഫ്റ്റനന്റ് റാങ്ക് മാത്രമാണ്. K. സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, BM സുധീരൻ, MM ഹസൻ തുടങ്ങി ഷാഫി പറമ്പിലും മാത്യു കുഴൽനാടനും രാഹുൽ മാങ്കൂട്ടും വരെയുള്ള നേതാക്കൾക്ക് ലഫ്റ്റനന്റ് റാങ്കിൽ ഒതുങ്ങേണ്ടി വരും. താഴെ തട്ടിൽ പണിയെടുക്കുന്ന നേതാക്കൾക്ക് പക്ഷെ പേടിക്കേണ്ട. നോൺ കമ്മീഷൻഡ്, ജൂനിയർ കമ്മീഷൻഡ് വിഭാഗങ്ങളിലായി ശിപായി മുതൽ സുബേദാർ മേജർ വരെ 7 റാങ്കുകളുണ്ട്. ഈ ക്യാപ്റ്റൻ അതുപോലെ തന്നെ മറ്റു ഞാൻ സാധാരണ പട്ടാളക്കാരനാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യക്ക് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ലെന്ന രാജ്യാന്തര ആർബിട്രേഷൻ കോടതിയുടെ ഉത്തരവ് ഇന്ത്യ തള്ളി. പിന്മാറ്റത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഉത്തരവ് ബാധകമല്ലെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, എന്ത് പറഞ്ഞാലും ഭീകരരാഷ്ട്രത്തിന് വെള്ളമില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഹേഗിലെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഇത്തരത്തിലൊരു വിധി പ്രസ്താവിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലും ഇന്ത്യക്ക് ഈ ഒരു കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല, അത് നിയമപരമായി അത് ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആർബിട്രേഷൻ കോടതി ഇതുമായി ബന്ധപ്പെട്ടൊരു വിധി പ്രസ്താവിക്കുകയും ചെയ്തു. അതിൽ ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 1960 ഈ കരാറിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഈ കരാറിൽ ഏർപ്പെടുമ്പോൾ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ഒപ്പം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അയൂബ് ഖാനും ചേർന്ന് ചില വ്യവസ്ഥകൾ ഉൾപ്പെടെ ഉറപ്പാക്കിക്കൊണ്ടായിരുന്നു ഈ ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തത്. അതിൽ പ്രധാനമായും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ കരാറിൽ നിന്ന് വ്യതിചരിക്കുകയാണ് എങ്കിൽ അതിൽ പിന്നീട് ഈ കരാറ് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒന്നാമത്തെ കാര്യം ഉഭയകക്ഷി ചർച്ച നടത്തുക എന്നുള്ളതാണ്. ആ ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കൂ. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉഭയകക്ഷി ചർച്ച നടന്നിട്ടുണ്ട് എങ്കിൽ അതിലൊരു പരിഹാരം കാണാൻ സാധിച്ചില്ല എങ്കിൽ രണ്ടാമതായി ഒരു വിദഗ്ധനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മധ്യസ്ഥ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകണം. അതാണ് രണ്ടാമത്തെ കാര്യം. അതിനുശേഷം അതിലും ഒരു പരിഹാരമായില്ല എങ്കിൽ മാത്രമേ ആർബിട്രേഷനിലേക്ക് സമീപിക്കാൻ സാധിക്കൂ എന്നുള്ള രീതിയിലൊരു വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കരാറ് ഒപ്പുവെക്കുകയും ഇരു രാഷ്ട്രങ്ങൾ ചെയ്യുകയും ചെയ്തത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഉഭയകക്ഷി ചർച്ച നടന്നിട്ടില്ല. രണ്ടാമതായിട്ടുള്ള മധ്യസ്ഥ ചർച്ച അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആർബിട്രേഷനിലേക്ക് സമീപിക്കുകയായിരുന്നു. ഇത് പാകിസ്ഥാന്റെ ഒരു നാടകമാണ്, അത് ആണ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥ ലംഘിച്ച ഈ ഒരു നടപടി അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന നേരത്തെ മുൻ നിലപാട് അതിൽ ഉറച്ചു തന്നെ ഇന്ത്യ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഈ നിലപാട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് തയ്യാറാകണം. അങ്ങനെ ഒരു തയ്യാറാകണമെങ്കിൽ നിലവിൽ ഈ ഭീകരതയ്ക്കെതിരായി കൃത്യമായ നടപടികൾ പാകിസ്ഥാൻ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അത് ഇന്ത്യക്ക് ബോധ്യപ്പെടുകയും വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു ഉഭയകക്ഷി ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങൂ എന്നുകൂടി ഇന്ത്യ നിലപാട് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ രക്തവും വെള്ളവും ഒരുമിച്ച് നൽകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സിന്ധു ജല കരാറ് അത് മരവിച്ച നടപടിയുമായി ബന്ധപ്പെട്ട അത് ഇന്ത്യ മുന്നോട്ട് പോകും. ഒരു തരത്തിലും ഒരു ചുവട് പോലും പിന്നോട്ട് വെക്കില്ല എന്ന രീതിയിലുള്ള മറുപടിയാണ് ഇത് തള്ളിക്കൊണ്ട് ഇന്ത്യ നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രതികരണം ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടില്ല. ആർബിട്രേഷൻ കോടതിയിൽ ഈ കാര്യങ്ങൾ തള്ളിക്കൊണ്ട് ഇന്ത്യ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കോടതി എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ത്യയുടെ ഭാഗത്ത് തന്നെയാണ് ശരിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോടതിക്ക് ഇതിൽ എതിരഭിപ്രായങ്ങൾ പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ വ്യവസ്ഥകൾ പാലിച്ച് പാകിസ്ഥാൻ മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാട് കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്ത്യ കരുതുന്നത് ഈ ഒരു ഘട്ടത്തിൽ. ശരി, MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പഹൽഗാം ഭീകരാക്രമണ കേസിലെ ഭീകരർക്ക് സംരക്ഷണമൊരുക്കിയ അനന്തനഗർ സ്വദേശികളായ 2 സഹോദരങ്ങളുടെ NIA കസ്റ്റഡി കാലാവധി നീട്ടി നൽകി കോടതി. 7 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി നീട്ടിയത്. ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ-e-തയ്ബ എന്നാണ് ഇവരുടെ കുറ്റസമ്മതം. അതേസമയം അക്രമികളെ കണ്ടെത്താൻ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് NIAയുടെ തെരച്ചിൽ തുടരുകയാണ്. പഹൽഗാം ഭീകര
ഭീകരാക്രമണം നടന്നതിന് 3 കിലോമീറ്റർ അകലെ നിന്നാണ് കൂട്ടക്കൊലയിൽ പങ്കെടുത്ത ഭീകരർക്ക് അഭയമൊരുക്കിയ കശ്മീരി സഹോദരന്മാരായ പർവേസ്, ബഷീർ എന്നിവരെ NIA സംഘം കഴിഞ്ഞ 21-ന് കസ്റ്റഡിയിലെടുത്തത്. ഏപ്രിൽ 22-ന് ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് 4-അംഗ സംഘം പഹൽഗാമിൽ എത്തിയതായും കസ്റ്റഡിയിലെടുത്ത സഹോദരങ്ങൾ ഇവർക്ക് താമസ സൗകര്യവും ഭക്ഷണ ക്രമീകരണങ്ങളും ഒരുക്കി നൽകിയതായും ആണ് NIA കണ്ടെത്തൽ. ഭീകരാക്രമണത്തിന് പിന്നാലെ ഏപ്രിൽ 27-നാണ് NIA കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത്. അക്രമി സംഘത്തിന് പ്രാദേശിക സഹായം നൽകിയവരെ കണ്ടെത്തുന്നതിനായി ദേശീയ അന്വേഷണ ഏജൻസി 2500 പേരുടെ പട്ടിക തയ്യാറാക്കി. തുടർന്ന് മുമ്പ് ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടായിരുന്നവർ, ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവർ, ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർ എന്നിങ്ങനെ തരം തിരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഭീകരവാദികൾക്ക് സഹായം ചെയ്തു നൽകിയ അനന്ത്നഗർ സ്വദേശികളായ സഹോദരങ്ങൾ പിടിയിലായത്. ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ-ഇ-തയ്യിബ എന്നാണ് ചോദ്യം ചെയ്യലിൽ ഇവരുടെ കുറ്റസമ്മതം. അതേസമയം ഭീകരവാദികളെ യുവാക്കളുമായി ബന്ധപ്പെടുത്തിയവരെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് ശേഷം അക്രമി സംഘം രാജ്യം വിട്ടിട്ടുണ്ടായിരിക്കാമെന്ന നിഗമനത്തിലാണ് മറ്റ് അന്വേഷണ ഏജൻസികൾ. ഭീകരാക്രമണം നടത്തിയവർ പ്രത്യേക പരിശീലനം നേടിയ ട്രെയിൻഡ് കേഡേഴ്സ് എന്നാണ് NIA നിഗമനം. ഇവരെ പിടികൂടാൻ കാലതാമസം നേരിടുന്നത് ഇക്കാരണം കൊണ്ടാണെന്നും NIA വൃത്തങ്ങൾ സൂചന നൽകുന്നു. ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ കുര്യനാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഡാൻ കുര്യൻ തന്നെ നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ഡാൻ, NIA അന്വേഷണവുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെ പുരോഗമിക്കുന്നു, മറ്റ് വിശദാംശങ്ങൾ കൂടി. ആര്യ, ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ ദൂരമാണ് ഈ ഭീകരാക്രമണം നടന്ന പഹൽഗാമിലെ ഈ ഗ്രൗണ്ടിലേക്ക് ഉള്ള ദൂരം. അതുപോലെ തന്നെ ശ്രീനഗറിൽ നിന്ന് 95 കിലോമീറ്ററാണ് ഇവിടേക്ക് എത്താൻ വേണ്ടി വരിക. അങ്ങനെ ഇത്രയധികം ദൂരം സഞ്ചരിച്ച് ഇവിടേക്ക് എത്തി ഈ ഭീകരാക്രമണം നടത്തിയതിനു ശേഷം 4 ഭീകരർക്ക് അനായാസനെ ഇന്ത്യയുടെ അതിർത്തി കടന്ന് പോകാൻ കഴിയില്ല എന്നൊരു നിഗമനത്തിലാണ് NIA ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഈ 4 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമായി ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം അതിർത്തി മേഖലകളിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ പ്രാദേശികമായ സഹായം ലഭ്യമാകാതെ ഇങ്ങനെയൊരു ഭീകരാക്രമണം പഹൽഗാമിൽ നടത്താൻ കഴിയില്ല എന്ന ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്ര ഏജൻസികളും ഉറപ്പിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. 22-ാം തീയതിയാണ് ഭീകരാക്രമണം ഉണ്ടായത്. 27-ാം തീയതിയാണ് NIA കേസ് രജിസ്റ്റർ ചെയ്ത് അവിടെ അന്വേഷണം ആരംഭിക്കുന്ന സാഹചര്യമുണ്ടായത്. തുടർന്ന് ഈ പ്രാദേശിക സഹായം നൽകിയത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് വിപുലമായ രീതിയിൽ ഏതാണ്ട് 1.5 മാസം എടുത്ത് നടന്നത്. ആ പരിശോധനയിലാണ് ഏതാണ്ട് 2500 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ആ 2500 പേരെ വിവിധ കാറ്റഗറികളായി തിരിച്ച് മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരുടെയും അതോടൊപ്പം ആ കുറ്റകൃത്യങ്ങളുടെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെയും ഭീകരവാദ സംഘടനകളുമായി നേരത്തെ ബന്ധം പുലർത്തിയിരുന്നവർ, ഇങ്ങനെ വിവിധ കാറ്റഗറിയായി തിരിച്ചുകൊണ്ടാണ് NIA ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്. അങ്ങനെ ഈ വിപുലമായ ലിസ്റ്റ് സ്ക്രൂട്ടനൈസ് ചെയ്ത് ഒടുവിൽ ഏറ്റവും സംശയം ബലപ്പെട്ട 2 പേരിലേക്ക് ആ അന്വേഷണം എത്തി നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അനന്ത്നഗർ സ്വദേശികളായ ബഷീർ അതോടൊപ്പം തന്നെ പർവേസ് എന്നീ 2 സഹോദരങ്ങളെ NIA കഴിഞ്ഞ 21-ാം തീയതി കസ്റ്റഡിയിലെടുത്തത്. അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ലഷ്കർ-ഇ-തയ്യിബയ്ക്ക് തന്നെയാണ് ഈ ഭീകരാക്രമണവുമായുള്ള ബന്ധമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഉറപ്പിച്ചത്. ആദ്യം 5 ദിവസത്തേക്കായിരുന്നു കോടതി ഇവരെ NIA കസ്റ്റഡിയിൽ വിട്ടത്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ന NIA അപേക്ഷ അംഗീകരിച്ചുകൊണ്ടാണ് വീണ്ടും 7 ദിവസം കൂടി കസ്റ്റഡി കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിക്ക് പിന്നിൽ പ്രാദേശികമായി മറ്റ് സഹായം ചെയ്ത് നൽകിയത് ആരാണ് എന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് NIA. അതോടൊപ്പം തന്നെ ഇവരെ ഈ യുവാക്കൾക്ക് ബന്ധപ്പെടുത്തി കൊടുത്തത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന ഇതിനോടകം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പമാണ് ഇതിനുശേഷം ഇവർ എവിടേക്കായിരിക്കാം രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും ഈ യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നടക്കുന്നത്. പ്രാദേശിക സഹായം ചെയ്തു നൽകിയിട്ടുള്ള ഈ യുവാക്കൾക്ക് അതിന് പ്രതിഫലമായി സാമ്പത്തികമായാണോ മറ്റേതെങ്കിലും തരത്തിലാണോ പാരിതോഷികം നൽകിയിരിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണവും NIA തുടരുകയാണ്. എന്തായാലും രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണ കേസിലെ കുറ്റാരോപിതരായ 4 ഭീകരവാദികൾ അവർ ഇപ്പോഴും ഒളിമറയത്ത് തുടരുന്നുണ്ട് എന്ന നിഗമനത്തിലാണ് NIA സംഘം വിവിധ കേന്ദ്രങ്ങൾ പ്രദേശങ്ങളായി തിരിച്ചുകൊണ്ട് വ്യാപകമായ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്.
യെസ്, ഡാൻ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇപ്പോഴും ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ കൊടും ഭീകരർ രാജ്യത്ത് തന്നെ ഒളിവിൽ താമസിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് NIA-ക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വളരെ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. എമ്പുരാനിലെ ചില രംഗങ്ങളെക്കുറിച്ച് ഉയർന്ന വിവാദം മുതൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വരെ എത്തി നിൽക്കുകയാണ് സമീപകാലത്ത് മലയാള സിനിമയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ. മലയാള സിനിമ രംഗത്തേക്ക് വിദേശ ഫണ്ടിംഗ് നടക്കുന്നു എന്നത് കുറേ കാലമായി നിലനിൽക്കുന്ന ആരോപണമാണ്. ആ ഒരു ആരോപണത്തിന്റെ മറയിൽ സുതാര്യമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുകയാണ് കേന്ദ്ര സെൻസർ ബോർഡ് ഉൾപ്പെടെ ഏജൻസികൾ എന്ന ആരോപണം ഒരു വശത്ത് ശക്തമാകുന്നു. തിങ്കളാഴ്ച ഫെഫ്ക ഉൾപ്പെടെ സംഘടനകൾ സമരം ചെയ്യുമ്പോൾ സിനിമാ ലോകം ഒന്നടങ്കം അതിനെ പിന്തുണയ്ക്കുമോ എന്നതും ഉയരുന്ന ചോദ്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിന്മേലാണ് കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാന സർക്കാരും കേരളത്തിലെത്തുന്ന ഗവർണർമാരുമായുള്ള പോര് നടക്കുന്നത്. കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതിന്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്നതെന്ന് വ്യക്തം. ഇസ്ലാം ഫണ്ടമെന്റലിസം മലയാള സിനിമയിൽ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം പൃഥ്വിരാജ് ഉൾപ്പെടെ കേൾക്കുന്നുണ്ട്. എമ്പുരാൻ വിവാദമായപ്പോൾ ലഫ്റ്റനന്റ് കേണൽ പദവിയുള്ള മോഹൻലാലിനും കേൾക്കേണ്ടി വന്നു ഈ പഴി, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആക്രമണങ്ങളിലൂടെ. വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമ മുൻകാല പ്രാബല്യത്തോടെ നിരോധിക്കുമോ എന്നാണ് കേന്ദ്ര സെൻസർ ബോർഡിനോട് നിലവിലെ വിവാദത്തിൽ ഒരു വിഭാഗത്തിന്റെ ചോദ്യം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ മുഖ്യവേഷത്തിലെത്തുന്ന സുരേഷ് ഗോപി MP ഇതുവരെ പരസ്യമായി പ്രതികരിക്കാത്തതും എതിർ വിഭാഗം ചോദ്യം ചെയ്യുന്നു. 2 ദേശീയ അവാർഡുകളും 7 സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയ നിർമാല്യം ഇപ്പോഴാണ് പുറത്തിറങ്ങിയതെങ്കിൽ എന്താകും കേരളത്തിൽ സംഭവിക്കുക എന്ന് ചിന്തിക്കാൻ കഴിയില്ല. നാം നിത്യജീവിതത്തിൽ ചെയ്യുന്നത് ഇപ്പോൾ സിനിമയിൽ കാണിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. പറ്റില്ല എന്നതാണ് ലളിതമായ ഉത്തരം. നാളെ ഒരു ഫിലിം മേക്കറിനും ഈ ഇങ്ങനൊരു ദുരവസ്ഥ വരരുത് എന്നുള്ളതാണ്. നിങ്ങൾ പ്രസിഡൻസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം, നമുക്ക് പട്ടാളം ജാനകി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, സീതാ കല്യാണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എന്ന് സ്വന്തം ജാനകിക്കുട്ടി ഉണ്ടായിട്ടുണ്ട്, അനവധി സിനിമകൾ, ജാനകി എന്ന കഥാപാത്രമുള്ള എത്ര സിനിമകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ സാമൂഹിക ചരിത്ര സന്ദർഭത്തിൽ നിന്നും ഇന്നിനെന്താണ് വ്യത്യാസം? അന്നത് പ്രശ്നമില്ല, ഇന്നത് പ്രശ്നമുണ്ടാകും എന്നു പറയുന്നിടത്തല്ലേ യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ കരുതുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരു വിഭാഗത്തിന്റെ മാത്രം കുത്തകയല്ലെന്നും തങ്ങളുടെ ബിംബങ്ങളെ അപമാനിച്ചാൽ അത് ചോദ്യം ചെയ്യുമെന്ന് ഒരു വിഭാഗം പറയുകയും ചെയ്യുമ്പോൾ അതിൽ ന്യായം കാണുന്നവരുമുണ്ട്. താരസംഘടനയായ അമ്മയിൽ പോലും കക്ഷി രാഷ്ട്രീയം ഇപ്പോൾ സജീവമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഫെഫ്ക ഉൾപ്പെടെ സമരത്തിനിറങ്ങുമ്പോൾ മലയാള സിനിമാരംഗം ഒന്നടങ്കം അതിനെ പിന്തുണയ്ക്കുമോ എന്നതിൽ സംശയമുണ്ട്. VV വിനോദ്, ന്യൂസ് 18. മറ്റ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മകൻ VA അരുൺകുമാർ. ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും സാധാരണ നിലയിലാക്കാനുള്ള ശ്രമം തുടരുകയാണ്. മരുന്നുകളോട് VS പ്രതികരിക്കുന്നുണ്ടെന്നും വലിയ ആത്മവിശ്വാസത്തിലാണെന്നും മകൻ VA അരുൺകുമാർ അറിയിച്ചിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നത് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും ആര്യ, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് VS അച്യുതാനന്ദനെ ഇങ്ങനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശ്വാസ തടസ്സവും ഒപ്പം തന്നെ ഹൃദയാഘാതത്തിന്റെയും ലക്ഷണങ്ങൾ കാണിച്ചപ്പോൾ പ്രവേശിപ്പിച്ചത്. തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയായിരുന്നു അദ്ദേഹം ഇത്രയും ദിവസം. 72 മണിക്കൂറിന് ശേഷം മാത്രമേ കൃത്യമായൊരു വിവരം ലഭ്യമാവുകയുള്ളൂ, ആരോഗ്യനിലയിലെ പുരോഗതി വിലയിരുത്താൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു ഡോക്ടർമാർ മെഡിക്കൽ ബുള്ളറ്റിൻ വഴി അറിയിച്ചത്. തുടർന്ന് ഇന്നലെ 72 മണിക്കൂർ അവസാനിച്ചതിന് ശേഷമാണ് രാത്രി മകൻ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി പുറത്തേക്ക് വന്നത്, അതായത് പങ്കുവച്ചത്.
പങ്കുവച്ചത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇത്തരത്തിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നു, മാത്രമല്ല നേരിയ പുരോഗതി ആരോഗ്യസ്ഥിതിയിൽ ഉണ്ട് എന്നാണ്. പക്ഷേ ഇതിൽ പ്രധാനമായ വെല്ലുവിളി എന്ന് പറയുന്നത് പ്രായാധിക്യമാണ്. ഇത്രയധികം 100 വയസ്സിന് മുകളിലുള്ള വ്യക്തി എന്ന നിലയിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ഗുരുതരമായ ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിക്കും എന്നതാണ് കാര്യമായ പ്രശ്നം ഡോക്ടർമാർ പ്രതിനിധീകരിക്കുന്നത്. ഒപ്പം തന്നെ വെന്റിലേറ്റർ സഹായത്തിന്റെ ഒപ്പം തന്നെ ജീവൻ രക്ഷാ മരുന്നുകളുടെ സഹായത്തോടു കൂടിയാണ് നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നത്. നിലവിൽ ചെറിയ രീതിയിലുള്ള ഒരു പുരോഗതി ഉണ്ടെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുകയാണ് അദ്ദേഹം. ഇന്ന് വരുന്ന മെഡിക്കൽ ബുള്ളറ്റിനായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. നിലവിൽ അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന കോടതി വ്യവഹാരങ്ങളുടെ തുടർച്ചയാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിന്റെ നിയമനം പരിശോധിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ്. IHRD താൽക്കാലിക ഡയറക്ടർ നിയമനം പരിശോധിക്കണമെന്നാണ് കോടതി ഉത്തരവ്. നിയമനം സംബന്ധിച്ച് ഗുരുതര പരാമർശങ്ങളാണ് ഹൈക്കോടതി നടത്തിയത്. നയനാർ സർക്കാരിന്റെ കാലത്താണ് IHRD അസിസ്റ്റന്റ് ഡയറക്ടറായി അരുൺകുമാറിനെ നിയമിക്കുന്നത്. എന്നാൽ പിന്നീട് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇതു സംബന്ധിച്ച വിവാദമുയരുന്നത്. ആവശ്യമായ അധ്യയന പരിചയമില്ലാതെയാണ് നിയമനം എന്നതായിരുന്നു ആരോപണം. തുടർന്ന് VD സതീശന്റെ നേതൃത്വത്തിലുള്ള നിയമസഭാ സംഘം നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തിയെങ്കിലും ഈ കണ്ടെത്തലുകൾ അന്വേഷണം നടത്തിയ വിജിലൻസ് തള്ളി. ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും ചെയ്തു. തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പലും നിലവിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഡീനുമായ ഡോക്ടർ വിനു തോമസിന്റെ ഹർജിയിലാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി വിമർശനങ്ങൾ. തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളായിരിക്കെ താൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന ചാർജ് മെമ്മോ സംബന്ധിച്ച രേഖകളുടെ ഡിജിറ്റൽ കോപ്പി ആവശ്യപ്പെട്ടായിരുന്നു വിനു തോമസിന്റെ ഹർജി. പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് VA അരുൺകുമാർ ഡിജിറ്റൽ രേഖകൾ ഹർജിക്കാരന് നൽകാത്തതെന്നും ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ദിവസം പോലും പഠിപ്പിച്ചിട്ടില്ലാത്ത ക്ലർക്കായി നിയമിതനായ വ്യക്തിക്ക് ഡയറക്ടറായി സ്ഥാനക്കയറ്റം നൽകിയത് വിചിത്രമാണെന്നാണ് കോടതിയുടെ വിമർശനം. IHRD ഡയറക്ടർ നിയമനത്തിനുള്ള അഭിമുഖത്തിൽ പങ്കെടുത്ത VA അരുൺകുമാറിന് ഡയറക്ടർക്കുള്ള മിനിമം യോഗ്യതയില്ലെന്ന് AICTE സ്റ്റാൻഡിംഗ് കൗൺസിൽ നേരത്തെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലവും നൽകിയിരുന്നു. നിയമന യോഗ്യത പരിശോധിക്കാനായി സ്വമേധയാ ഹർജി ഫയലിൽ സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചതോടെ ഇത് സംബന്ധിച്ച ഉയർന്ന വിവാദങ്ങൾ വീണ്ടും ചൂടുപിടിക്കും. ന്യൂസ് 18 കൊച്ചി. കേരള രാഷ്ട്രീയത്തിലെ നിറസാന്നിധ്യം PJ ജോസഫിന് ഇന്ന് 84 വയസ്സ്. 45 വർഷമായി തൊടുപുഴയുടെ സാരഥിയായി PJ ജോസഫ് എന്ന ഔസേപ്പച്ചൻ കേരള നിയമസഭയിലുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടികളിലെ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരിൽ ഏറ്റവും പ്രായമേറിയ നേതാവും PJ ജോസഫ് തന്നെയാണ്. പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും കരുണാകരനുമൊക്കെ രംഗപ്രവേശം ചെയ്ത 1970 നിയമസഭാ ബാച്ചിലെ നവാഗതരിൽ ഒരാളാണ് PJ ജോസഫ്. കേരള കോൺഗ്രസ് സ്ഥാപക നേതാവായ KM ജോർജുമായുള്ള അടുപ്പം കാരണം 1969 അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചേർന്ന PJ ജോസഫ് കേരള കോൺഗ്രസുകാരനായും സ്വന്തം പേരിലുള്ള പാർട്ടിയുടെ പ്രതിനിധിയായും KM മാണിയുടെ പാർട്ടിയിൽ ലയിച്ച് 2 ചിഹ്നത്തിലും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. AK ആന്റണി, ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, K കരുണാകരൻ, EK നയനാർ എന്നിവരുമായി ഉണ്ടായിരുന്നത് ഊഷ്മളമായ ബന്ധമായിരുന്നുവെന്ന് PJ. ഊഷ്മളമായ ബന്ധമായിരുന്നു ഉമ്മൻചാണ്ടിയായിട്ടാണ്. ആശയങ്ങൾ അല്ല, നമ്മുടെ ആശയങ്ങൾ അവതരിപ്പിച്ചാൽ അതിന് പിന്തുണ കിട്ടുക എന്നുള്ളതാണ്. അത് ആരായിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, വിഷയങ്ങൾ കൂടുതലായിട്ട് വന്നത് നയനാരുടെ കാലത്ത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ബന്ധം എങ്ങനെയെന്ന ചോദ്യത്തിനും PJക്ക് മറുപടിയുണ്ട്. ഊഷ്മളമായല്ല, ഞങ്ങൾ റോമിൽ പോയപ്പോൾ നയനാരുടെ ഇവിടെ കാർഷിക വിളയുടെ അവസാനം വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാഴ്ച കണ്ടു. അദ്ദേഹം പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ പോയി പകുതി മിനിറ്റിൽ തിരിച്ചു വന്ന് സാറിന് കൈ എന്നിട്ട് പോകുന്നതാണ്. രാഷ്ട്രീയത്തിനതീതമായ വ്യക്തിബന്ധം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും PJ ജോസഫിന്റെ മാതൃക ആധ്യാത്മിക രംഗത്ത് യേശു ക്രിസ്തുവും പൊതുപ്രവർത്തന രംഗത്ത് മഹാത്മാഗാന്ധിയുമാണ്. വയസ്സ് 84 തികഞ്ഞെങ്കിലും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ ആത്മാർത്ഥതയുമായി PJ ജോസഫ് യാത്ര തുടരുകയാണ്. ന്യൂസ് 18 ഇടുക്കി.
ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ തീപിടുത്തം. ഈങ്ങാപ്പുഴ വ്യാപാര ഭവനടുത്തുള്ള തടിമില്ലിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. എന്താണെങ്കിലും പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കോഴിക്കോട് ഈങ്ങാപ്പുഴ വ്യാപാര ഭവനടുത്തുള്ള തടിമില്ലിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടം. അഴിമുഖത്ത് വള്ളം തലകീഴായി മറിഞ്ഞു. 3 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു അപകടം. വെട്ടുതുറ സ്വദേശി നിതിന്റെ ഉടമസ്ഥതയിലുള്ള നിത്യസഹായ മാത എന്ന വള്ളമാണ് മറിഞ്ഞത്. കരയിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനം നടത്തി അപകടത്തിൽപ്പെട്ട വള്ളത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും കരയിൽ എത്തിച്ചു. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുന്നു. കഴിഞ്ഞ ദിവസം കടുവയ്ക്ക് വനംവകുപ്പിന്റെ വെടിയേറ്റു. പിന്നാലെ കടുവ ഓടി മറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഈ ദൗത്യം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഈ കടുവയ്ക്കായുള്ള തെരച്ചിൽ കാളികാവ് മേഖലയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് ദൗത്യ സംഘത്തിന് നേരെ ആക്രമിക്കാൻ ചാടിയ കടുവയെ ആത്മരക്ഷാർത്ഥം ദൗത്യ സംഘത്തിന് വെടിവെക്കേണ്ടി വന്നത്. സാധാരണ വെടിവെക്കുന്ന തോക്കല്ല, മറിച്ച് ഈ മൃഗങ്ങളെ പേടിപ്പിച്ച് ഓടിക്കാൻ ഉപയോഗിക്കുന്ന തോക്കാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റാപ്പിഡ് പമ്പിംഗ് ഗൺ റൈഫിൾ എന്നാണ് ഇതിന് പറയുക. ഇത് ഉപയോഗിച്ചുള്ള മുറിവ് ഏറെ ഗുരുതരമാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ തൊട്ടടുത്ത 6 മീറ്റർ മാത്രം അടുത്തുനിന്നായിരുന്നു ഈ ഒരു വെടിവെക്കൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് വനംവകുപ്പിന് പൂർണ്ണമായിട്ടും വിലയിരുത്താനായിട്ടില്ല. ഈ വനമേഖലയോട് ചേർന്ന് തന്നെ കടുവ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്, അല്ലെങ്കിൽ തെരച്ചിൽ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് പരിക്കേറ്റ സാഹചര്യത്തിൽ അക്രമകാരിയാനുള്ള സാധ്യത മുൻനിർത്തി ഏറെ മുൻകരുതലോടെയാണ് വനംവകുപ്പിന്റെ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. മാസങ്ങളായി ഇവിടെ പുലി സാന്നിധ്യമുണ്ട്. വനംവകുപ്പ് കാര്യക്ഷമമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ ഇറങ്ങിയ പുലി. നാട്ടുകാർ തന്നെ സ്ഥാപിച്ച ക്യാമറയിലാണ് ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. മാസങ്ങളായി ഇവിടെ പുലിയുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ പരാതിപ്പെട്ടിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ നടപടി ഒന്നും ഉണ്ടായില്ല എന്ന ആക്ഷേപമാണ് നാട്ടുകാർക്കുള്ളത്, പരാതിയാണ് നാട്ടുകാർക്കുള്ളത്. എന്തായാലും നാട്ടുകാർ സ്ഥാപിച്ച ഈ ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ട നടപടി വനംവകുപ്പ് സ്വീകരിക്കുമോ എന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും കാണാം. ന്യൂസ് ട്രെൻഡ്സിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും.